ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മരിക്കാൻ നേരം എന്റെ ഇക്കാക്ക പറഞ്ഞത് നൂർജഹാനെ സത്യാമ്മ നോക്കിക്കൊള്ളുന്ന. എനിക്കറിയാം എന്നെ ഇങ്ങനെ ചെയ്യാനായി മനസ്സുകൊണ്ട് തയ്യാറാക്കിയത് എന്റെ ഇക്കാക്ക തന്നെയാ. വെയിറ്റ്, അതേത് ഊത്? കട്ടിട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ആദ്യം പിറന്നാളുകാരന്. ഞെട്ടിച്ചളഞ്ഞല്ലോ. ഹാപ്പി ബർത്ത്ഡേ. ഈ രാഘവേട്ടന്റെ ഒരു കാര്യം, ഭക്ഷണം കഴിച്ച് നേരത്തെ കിടക്കാൻ പറഞ്ഞാൽ കിടക്കില്ല. ആലോചിച്ച് അങ്ങനെ അങ്ങ് ഇരിക്കും. എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്? ഉറക്കം കിട്ടിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ? ഉറക്കമല്ലേ മനുഷ്യന്റെ ആവശ്യം. കിടന്നാ മാത്രം മതിയോ ഭാമേ? ഉറക്കം വരണ്ടേ? രാഘവേട്ടാ, നമ്മുടെ 100 പ്രശ്നങ്ങളും ആലോചിച്ച് ഒറ്റ രാത്രി കൊണ്ട് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാന്ന് വെച്ചാലേ നമ്മുടെ പ്രശ്നങ്ങളൊന്നും തീരുകയില്ല. നമ്മുടെ ഉള്ള ഉറക്കം അങ്ങ് പോവുകയും ചെയ്യും. എന്തിനീ പാട് കഴിക്കുന്നേ? ദേ, വിരിച്ചു ഭംഗിയായി ഇട്ടിട്ടുണ്ട്, വന്ന് കിടന്നോ. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ട് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമുണ്ട് ഭാമേ. ഒരു ദ്രോഹവും അറിഞ്ഞുകൊണ്ട് ഞാൻ ആർക്കും ചെയ്തിട്ടില്ല. പക്ഷേ എന്നിട്ടും എന്റെ ജീവിതം എന്താ ഇങ്ങനെ ആയെന്നാ? നഷ്ടപ്പെട്ട വീട് വരെ തിരിച്ചു കിട്ടിയെങ്കിലുവേ അവിടെ താമസിക്കണം യോഗമൊന്നുമില്ലല്ലോ. ആ, എല്ലാം ശരിയാവുമായിരിക്കും. അതിനു മുമ്പ് ഉടയമ്പരം അങ്ങോട്ട് വിളിക്കാതിരുന്നാ മതിയായിരുന്നു. ഇങ്ങനെ ഒരു രാഘവേട്ടൻ. സത്യാമ്മേ, നിന്നെയാണല്ലോ ഇപ്പം വിളിക്കുന്നേ. സത്യാമ്മേ. മോളിന്നല്ല, പുറത്തുനിന്നാ. ചെന്ന് നോക്ക്. സത്യാമ്മേ, ഈ സമയത്ത് ഇതാരാ? പോയി നോക്ക്. എന്താ മോളെ ഈ രാത്രിയില്? എന്താ മോളെ, എന്ത് പറ്റി? സത്യാമ്മേ, മോളെ, എന്താ എന്താ പറ്റിയത്? നിങ്ങളെ ഇവിടെ നിറക്കാനും ഈ വീടും പറമ്പും കച്ചവടം ചെയ്യാനുള്ള അധികാരം ഇവളോട് ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് പോയിരിക്കുക എന്റെ ഭർത്താവ്. പക്ഷേ ഇവൾ അതിന് തയ്യാറല്ല. ഇത് ഇവളുടെ ബാപ്പിച്ചി ഉണ്ടാക്കിയ മുതലാ, ഞങ്ങളുടെ പാരമ്പര്യ സ്വത്ത്. ഇതിൽ എന്റെ ഭർത്താവിന് ഒരു അവകാശവും ഇല്ല. അതുകൊണ്ട് ഞാൻ ഇവളെ എവിടെ ഏൽപ്പിക്കുക? ആര് വന്നാലും ഇവളെ വിട്ടുകൊടുക്കരുത്.
നൂറിനെ ഇവിടെ നിർത്തുന്നതിൽ ഞങ്ങൾക്ക് വിരോധം ഉണ്ടായിട്ടല്ല. പക്ഷേ ബലമായിട്ട് വന്ന് അബൂബക്കർ ഇവിടുന്ന് നൂറിനെ പിടിച്ചോണ്ട് പോയാ അത് ഞങ്ങൾക്ക് സങ്കടമേ ഉണ്ടാക്കത്തുള്ളൂ. എതിർക്കാനും കഴിയില്ലല്ലോ. ഇവിടേക്ക് അന്വേഷിച്ച് പെട്ടെന്ന് വരില്ല. ഇത്ര അടുത്ത് കൊണ്ടുവന്ന് താമസിപ്പിക്കുന്ന കരുതില്ലല്ലോ. പിന്നെ മരിക്കാൻ നേരം എന്റെ ഇക്കാക്ക പറഞ്ഞത് നൂർജഹാനെ സത്യാമ്മ നോക്കിക്കൊള്ളുന്ന. എനിക്കറിയാം എന്നെ ഇങ്ങനെ ചെയ്യാനായി മനസ്സുകൊണ്ട് തയ്യാറാക്കിയത് എന്റെ ഇക്കാക്ക തന്നെയാ. ദയവ് ചെയ്ത് കൈവിടരുത്. തൽക്കാലം സുബൈദ ധൈര്യമായിട്ട് പോയിക്കോ. ഇന്ന് ഇവളിവിടെ നിൽക്കട്ടെ. ബാക്കി കാര്യങ്ങൾ നമുക്ക് ആലോചിച്ച് ചെയ്യാം. വലിയ ഉപകാരം. മാമയുടെ കാര്യോർത്ത് എന്റെ മോളെ സങ്കടപ്പെടണ്ട. നിന്റെ രക്ഷ അതാ നീ പോർക്കേണ്ടത്. പിന്നെ നിന്റെ ബാപ്പച്ചി നിനക്ക് വേണ്ടി ഉണ്ടാക്കിയ മുതലും. ഇത് രണ്ടും നിനക്ക് സംരക്ഷിക്കാൻ ഇങ്ങനെ എന്തെങ്കിലും മാർഗം ചെയ്തേ ഒക്കൂ. എന്നാ മാമി പോട്ടെ. പേടിക്കണ്ട, ഇവിടേക്കൊക്കെ വരാതെ ഈ മാമി നോക്കിക്കോളാം. സത്യമേ, ഇവളെ നോക്കിക്കോണേ. മോളെ, സത്യാമ്മേ. മോളെ ധൈര്യമായിട്ടിരിക്കെ. ഞങ്ങൾക്ക് ജീവനുള്ളിടത്തോളം കാലം മോളെ ഞങ്ങളെ വിട്ടുകൊടുക്കില്ല. കരയണ്ട.